കരൂർ ദുരന്തത്തിൽ ടി.വി.കെക്ക് ഇന്ന് നിർണായക ദിവസം. ദുരന്തവുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികൾ മദ്രാസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. പോലീസ് എഫ്ഐആറിൽ വിജയിയെ ഉൾപ്പെടുത്താത്തതിനെതിരെ നൽകിയ പൊതുതാൽപര്യ ഹർജിയും ഇന്ന് കോടതി പരിഗണിക്കും. വിവരങ്ങൾ നൽകാൻ അജ്മൽ ദിറാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. അജ്മൽ, ടി.വി.കെക്ക് വളരെ നിർണായകമായ ഒരു ദിവസമാണ് ഇന്ന്, അല്ലേ? നൗഫൽ, തീർച്ചയായും. കാരണം ഇന്ന് മദ്രാസ് ഹൈക്കോടതി പ്രധാനപ്പെട്ട 3 ഹർജികളാണ് ഈ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് പരിഗണിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ടി.വി.കെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയാണ്. ഈ ദുരന്തമുണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ തൊട്ടടുത്ത ദിവസങ്ങൾ തന്നെ വിജയുടെയും ടി.വി.കെയുടെയും പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറയുന്നത് ഈ വിഷയത്തിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. വിജയ് പ്രസംഗിക്കുന്നതിന് വേണ്ടി കരൂരിലേക്ക് കാരവനിൽ കയറി വരുന്ന സമയം വിജയ്ക്കെതിരെ ചെരുപ്പും കല്ലുകളുമൊക്കെ ജനക്കൂട്ടത്തിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ജനക്കൂട്ടത്തിലെ ചിലർ ചെരുപ്പും കല്ലുമൊക്കെ അദ്ദേഹത്തിനെതിരെ എറിഞ്ഞു എന്ന് ആരോപിച്ചിരുന്നു. അതിൻ്റെ വിഷ്വൽസും അതിൻ്റെ മറ്റ് ദൃശ്യങ്ങളൊക്കെ ഇന്നലെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിജയുടെയും ടി.വി.കെയുടെയും ഇത്തരം ആരോപണങ്ങൾക്ക് ബലമേകുന്നതായിരുന്നു ആ ഒരു ആരോപണം, ഇന്നലെ പുറത്തു വന്ന ദൃശ്യങ്ങൾ. ആ വിധത്തിൽ കോടതി ഇന്ന് ആ ഒരു ഹർജി പരിഗണിക്കുന്നുണ്ട്. രണ്ടാമത് പരിഗണിക്കുന്ന ഹർജി എന്ന് പറയുന്നത് ഈ കേസിൽ 4 പേരെ പ്രതി ചേർത്ത് തമിഴ്നാട് പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ വിജയുടെ പേര് ഉൾപ്പെടുത്താത്തതിനെതിരെ ചെന്നൈ സ്വദേശിയായിട്ടുള്ള ദിനേശ് എന്ന് പറയുന്ന ഒരു വ്യക്തി സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയാണ്. ഈ പൊതുതാൽപര്യ ഹർജിയിൽ വിജയുടെ പങ്ക് ഊന്നി പറയുന്നുണ്ട്. വിജയ് ഇവിടെ എത്താൻ വൈകിയതും അവിടെ ബാരിക്കേഡ് വെച്ച് ജനങ്ങളെ തടയാതിരുന്നതും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാത്തതുമാണ് ഈ ദുരന്തത്തിന് കാരണമെന്നാണ് ദിനേശ് ചൂണ്ടിക്കാട്ടുന്നത്. അത്തരത്തിൽ ദിനേശ് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയും ഇന്ന് മദ്രാസ് ഹൈക്കോടതിയുടെ ബെഞ്ചിന് മുമ്പാകെ വരുന്നുണ്ട്. മൂന്നാമത്തെ ഈ വിഷയത്തെ പരിഗണിക്കുന്ന മറ്റൊരു ഹർജി എന്ന് പറയുന്നത് ഈ എഫ്ഐആർ ഇട്ട് 4 പ്രവർത്തകരെ തമിഴ്നാട് പോലീസ് എഫ്ഐആർ ഇട്ട കേസിൽ 2 ടി.വി.കെ പ്രവർത്തകരെ നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 പ്രവർത്തകരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. അവർ രണ്ടുപേരും, അതിൽ ഒരാൾ ടി.വി.കെയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഒരാൾ ടി.വി.കെയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമാണ്. ഈ 2 നേതാക്കളും മുൻകൂർ ജാമ്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഈ ജാമ്യ ഹർജിയും ഇന്ന് പരിഗണിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ടി.വി.കെയുടെ ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് മുമ്പേ അവർ ഈ സംസ്ഥാന സർക്കാർ ഒരുക്കിയ ക്രമീകരണങ്ങൾക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. ആ വിഷയത്തിൽ നിന്ന് ഹൈക്കോടതി ടി.വി.കെക്ക് എതിരായിട്ടായിരുന്നു ഒരു വിധി പുറപ്പെടുവിച്ചിരുന്നത്. ആ അർത്ഥത്തിൽ ഇന്നും കോടതിയുടെ സമീപനം ആ നിലയിലേക്ക് പോവുകയാണ് എങ്കിൽ വിജയെ സംബന്ധിച്ചിടത്തോളം അതൊരു തിരിച്ചടിയാകുന്ന വിധിയായി മാറും. അത് മാത്രമല്ല, അരുണ ജഗദീശിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഏകാംഗ കമ്മീഷൻ, ഒരു ജുഡീഷ്യൽ കമ്മീഷൻ തന്നെ ഈ വിഷയത്തിൽ നിലവിൽ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പുറമെ CBI അന്വേഷണം വിജയ് ആവശ്യപ്പെടുന്നതിന് എത്രത്തോളം കോടതി മുഖവിലേക്ക് എടുക്കുമെന്നും ഈ ഹർജി പരിഗണിക്കുമെന്നുമാണ് ഇന്ന് പ്രധാനമായും ഈ വിഷയത്തിൽ നോക്കിക്കാണുന്നത്.